ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ ഭാരതപ്പുഴയുടെ തീരസംരക്ഷണം ഉൾപ്പെടെ സൗന്ദര്യവൽക്കരണവും ടൂറിസം പദ്ധതിയുമായി ആസൂത്രണം ചെയ്ത പദ്ധതി പൂർത്തിയാക്കാൻ ശേഷിക്കുന്നത് ഒരാഴ്ച മാത്രം. എന്നാൽ പദ്ധതിക്ക് അനുവദിച്ച ആദ്യഘട്ട സംഖ്യ ഇതുവരെ നഗരസഭയിൽ എത്താത്തതാണ് ആശങ്കയിലാക്കുന്നത്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് നഗര ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രത്യേക സഹായം വഴി 20 കോടി രൂപ വായ്പയായി അനുവദിക്കുക. ഇതിന്റെ ആദ്യഘട്ടം 5 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഇത് മാർച്ചിനകം പൂർത്തിയാക്കണമെന്നാണ് തുക അനുവദിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചത്. എന്നാൽ ഒരാഴ്ച ശേഷിക്കുമ്പോഴും 5 കോടി രൂപ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടില്ല. കോഴിക്കോട് NIT തയ്യാറാക്കിയ പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ടിൻ്റെ കരട് നൽകിയാണ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. 5 കോടിയുടെ പുഴയുടെ തീരസംരക്ഷണം ഉൾപ്പെടെയുള്ള പദ്ധതി നിർവഹണം ജലസേചന വകുപ്പിന് നൽകാനും കൗൺസിൽ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. ദർഗാസ് ക്ഷണിക്കാനും കുറഞ്ഞ നിരക്ക് കണ്ടെത്താനുമുള്ള സമയമില്ലാത്തതിനാലാണ് സർക്കാർ വകുപ്പിന് നൽകാൻ കൗൺസിൽ തീരുമാനിച്ചത്. ലഭിക്കുന്ന ഫണ്ട് മുൻകൂട്ടി ജലസേചന വകുപ്പിനു നൽകി പദ്ധതി പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇതുവരെ ഫണ്ട് ലഭിക്കാത്തതിനാൽ പദ്ധതി നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് നഗരസഭ. പുഴയുടെ തീരസംരക്ഷണം, പൈതൃക സ്മാരകം, പ്രവേശന കവാടത്തിൽ കമാനം, കുട്ടികളുടെ പാർക്ക് വിപുലീകരണം, നഗരസഭ ശ്മശാനത്തിലെത്തുന്നവർക്ക് ക്രിയകൾക്കും കുളിക്കുവാനുമുള്ള സൗകര്യമൊരുക്കൽ, തടയണയിൽ ബോട്ടിംഗ്, പുഴയോരത്ത് വാക്ക്വേ, ചെറിയ കുടിലുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി 20 കോടി രൂപയുടെ വിപുലമായ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടമായി ലഭിക്കുന്ന 5 കോടി രൂപയിൽ പുഴയുടെ തീരസംരക്ഷണ പ്രവൃത്തികളാകും ഇറിഗേഷൻ വകുപ്പ് നിർവഹിക്കുക. സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫണ്ടായാണ് 20 കോടി രൂപ 50 വർഷത്തേക്ക് പലിശരഹിത വായ്പയായി അനുവദിച്ചിരിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഷൊർണൂരിലെ ടൂറിസം സാധ്യത വികസിക്കുമെന്നാണ് പ്രതീക്ഷ.